ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ചെറിയൊരു കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു സന്യാസിയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ. സന്യാസി ഉടൻ തന്നെ അയാളുടെ കൈ പിടിച്ച് ഒരു നദിക്കരയിലേക്ക് കൊണ്ടുപോയി. ആ നദിയിലേക്ക് അയാളെ തള്ളിയിട്ടു. അയാൾ രക്ഷപ്പെട്ടു വന്നു. വീണ്ടും സന്യാസി അയാളെ നദിയിലേക്ക് തള്ളിയിട്ടു. അവർ വീണ്ടും രക്ഷപ്പെട്ടു വന്നു. മൂന്നാമത്തെ തവണയും സന്യാസി ഇത് തുടർന്നു. അവരെ ആഴത്തിലേക്ക് തള്ളിയിട്ടു. അവർ വീണ്ടും ഉള്ള എനർജി എടുത്ത് അവർ രക്ഷപ്പെട്ടു വന്നു. അയാൾ ദേഷ്യം പിടിച്ചു. അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഇതല്ലല്ലോ ആവശ്യപ്പെട്ടത്. സന്യാസി പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് സന്യാസി അയാളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം തളർന്നു, രക്ഷപ്പെടാൻ വേണ്ടി കുറച്ചേ ശ്രമിച്ചുള്ളൂ. വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നപ്പോൾ നിങ്ങൾ പരിപൂർണ എനർജി എടുത്ത് നിങ്ങൾ വെള്ളത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു. അത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും നമ്മളെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ തളരാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടായിരിക്കും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യുന്ന ജോലി തുടർന്നു കൊണ്ടേയിരിക്കുക. തീർച്ചയായും നമുക്ക് വിജയം വരും. താങ്ക് യു.